ബൗണ്ടറി ഓവറിന്റെ ആദ്യ പന്തിൽ തന്നെ ഷാനു ഒന്ന് എടുക്കുകയാക്കുമ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണുന്നത് ഏതാണ്ട് 248 എന്നുള്ള ഒരു സ്ട്രൈക്ക് റേറ്റോടൊപ്പം സഞ്ജു സാംസൺ 97-ൽ 39 പന്തുകൾ 13 ഫോർ 5 സിക്സ്. ഒരു സെഞ്ചുറിയുടെ പടിവാതിൽ കടക്കുകയാണ് സൂപ്പർ സാംസൺ. ഒറ്റ ഷോട്ട്. ആരാധകരുടെ ആരവം ഉയർന്നത് കേൾക്കാം. ആ ഒരു ഷോട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വളരെ സെൻസിബിൾ ആയിട്ടാണ് സഞ്ജു കൈകാര്യം ചെയ്യുന്നത്. സെഞ്ചുറി അല്ല, അതിലും വലിയൊരു ലക്ഷ്യം രീതിയിൽ പ്ലാൻ ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സഞ്ജു സാംസന്റെ കാണാൻ. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പ്, ഏതാണ്ട് 51 പന്തിൽ 89 എന്നുള്ള ഒരു പാർട്ണർഷിപ്പ് എത്തിക്കും. ഇത് ബിൽഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. കാരണം സമയമാണ് കഴിഞ്ഞ ഒരു 2-3 ഓവർ നമ്മൾ കണ്ടു. കുറച്ചൊന്ന് പിറകിലേക്ക് പോകുന്നു. ഷാനുവിന്റെ വിക്കറ്റ് കൂടിയായപ്പോ ചെറിയൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ടെന്നായി നമ്മൾ കണ്ടത്. ഓവർ അതേപോലെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും തന്നെ വളരെ നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. എനിക്ക് തോന്നുന്നു വരുന്നു ആദ്യ ഓവറിൽ വെറും 5 റൺ മാത്രമല്ല, അദ്ദേഹം അവിടെ ഉണ്ട്. ഓടി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ലെങ്തിൽ എറിയുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അതൊന്ന് ആലോചിച്ച് പോകുന്നു, അദ്ദേഹത്തിന് കുറച്ച് മുമ്പേ കൊണ്ടുവരാമായിരുന്നില്ലേ? സാധ്യതകളാണ്. പക്ഷേ ക്യാപ്റ്റന്റെ മനസ്സിൽ പല ചിന്തകളിലെ ഗവൺമെന്റ് ഡിസിഷൻസ് ഒക്കെ പല രീതിയിൽ വരും. തീർച്ചയാണ്. കാരണം ക്രിക്കറ്റാണ്, പല രീതിയിലുള്ള ചിന്തകൾ വരാം. പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള സ്ട്രൈക്ക് സഞ്ജു സാംസൺ അടിക്കുമ്പോൾ ഒന്ന് സമയം വേണം ചിന്തിക്കാനായിട്ട്. എന്ത് ഡിസിഷൻ എടുക്കണം, ആരെ കൊണ്ടുവരണം. എല്ലാം കുറച്ച് സ്പീഡ് കൂടിയ കാഴ്ചകളായതുകൊണ്ട് സാധാരണ ചിന്തകൾ ആ വേഗത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സഞ്ജു സാംസൺ 98-ൽ 40 പന്ത്. ഒരു കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നോക്കുക, ബൗണ്ടറികൾ കഴിഞ്ഞ് കുറച്ചു നേരമായി ഒഴുകുന്നില്ല. ഡബിളുകൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്രിക്കറ്റ് തന്നെയാണ്. കാരണം സായി സാംസൺ ഇപ്പൊ വന്നതേ ഉള്ളൂ. കുറച്ചു നേരം കൂടെ കളിച്ച് നിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഒരു പാർട്ണർഷിപ്പ് 1-2 ഓവർ കളിക്കുകയാണെങ്കിലും അറിയാം, സായി സാംസൺ സീസണിൽ ആദ്യ മത്സരം നല്ല രീതിയിൽ സഞ്ജു സാംസൺ മലയാളത്തിന്റെ കേരളത്തിന്റെ സഞ്ജു സാംസൺ ഫെഡറൽ ബാങ്ക് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2-ലേക്ക് വന്ന പ്രോപ്പർ പവർ കാണിച്ചു തന്ന ശക്തി പ്രകടനം നടത്തുന്ന ഒരു മത്സരം തന്റെ സെഞ്ചുറിയുടെ പടിവാതിൽ നിൽക്കുകയാണ്. അകത്ത് കയറിയാൽ മതി. അജയ് ഘോഷ് സഞ്ജു. ഒന്നും പറയാനില്ല. സഞ്ജു സാംസന്റെ ഷോ തന്നെയാണ് കണ്ടത്. വ്യക്തിഗത സ്കോറുകളുടെ ഉയർച്ച നോക്കിയാൽ തീർച്ചയായും ഈ സീസൺ സഞ്ജു സാംസൺ 1-ാം സ്ഥാനത്തേക്ക് വരികയാണ്. അഹമ്മദ് ഇമ്രാനുണ്ട്. സഞ്ജു സാംസൺ 42 പന്തുകളെ വേണ്ടി വന്നുള്ളൂ. ആ പവർ പ്ലേക്ക് അകത്ത് വെടിക്കെട്ട് ഒന്ന് മാത്രം മതി ഈ മത്സരത്തിന്. വലിയ രീതിക്ക് വേണ്ടിയുള്ള ഉയർച്ചയിപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ തടഞ്ഞിടാൻ സാധിക്കുന്നില്ല ഷറഫുദ്ദീന്. ഒരു IPL ഷോട്ട് എന്നൊക്കെ പറഞ്ഞു. എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വാട്ടർമാൻ വരുന്നതെന്നല്ലേ. പക്ഷേ ലോകോൺ ഫീൽഡിനെ ഒന്ന് കട്ട് ചെയ്യാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല എന്നത് ഒരു പവർ ഹൗസ് തന്നെയാണ് സഞ്ജു സാംസൺ. അതൊരു സംശയവുമില്ല. കേരളത്തിന്റെ പവർ ഹൗസ്, തിരുവനന്തപുരത്തിന്റെ പവർ ഹൗസ്, ഇപ്പോ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ പവർ ഹൗസ്. ഏഷ്യാകപ്പ് അടക്കമുള്ള ടൂർണമെന്റുകൾ വരുമ്പോൾ ഇന്ത്യയുടെ പവർ ഹൗസ് ആയിട്ട് സഞ്ജു സാംസൺ വരുന്നത് നമുക്ക് കാണാം. തന്നെയാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നു. ആ ഒരു സ്കോർ അങ്ങ് ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുന്ന ഒരു കാഴ്ച. 10 ഓവർ 100 എത്തിക്കുന്നു. കാരണം ആ സെലിബ്രേഷൻ, ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ സെലിബ്രേഷൻ അല്ലേ, മസിൽ പവർ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇതാണ് എന്റെ സ്ഥലം, ഇവിടുത്തെ ഹീറോ ഞാനാണ്, ഓപ്പണിംഗ് എന്റെ സ്ഥലമാണെന്ന് ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. മിഡിൽ ഓർഡർ അല്ല, ഇവിടെ
പന്തിൽ തന്നെ വരുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതാണ് സഞ്ജുവിന്റെ ആറ്റിറ്റ്യൂഡ്. ഒരു ഉഗ്രൻ സെഞ്ചുറി. 43 പന്തിൽ 104, 73 റൺസ് വിജയത്തിലേക്ക് എത്താൻ വേണമെന്നുള്ളത് കാണാം. നല്ല രീതിയിലുള്ള ഫീൽഡ് ചേഞ്ച് കൊണ്ടുവരുന്നത്. പക്ഷേ ഷറഫുദ്ദീൻ വളരെ നേരെ തന്നെയാണ് നിൽക്കുന്നത്. ആ ബൗണ്ടറി പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു സ്ട്രൈക്ക് ഫീൽഡ്. നല്ലൊരു ക്രിക്കറ്റ് ബൗണ്ടറി നേടിയതിനു ശേഷം വീണ്ടും സിംഗിൾ എടുത്ത് ചേട്ടനെ കൊടുക്കും. ഇനി ഞാൻ അടിച്ചു, ഇനി ചേട്ടൻ അടിക്കും. അല്ലേ, എല്ലാവരെയും തകർത്തടിക്കുമ്പോൾ അവിടെ അജയ് ഘോഷ് വെറും 11 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. 2 ഓവറുകൾ. സഞ്ജു സാംസൺ വന്നിരുന്നു. ആദ്യത്തെ പന്തിൽ ഒരു ക്വിക്ക് ഡബിൾ നേടിയെടുക്കാനുള്ള ശ്രമം. ടോട്ടലി നോൺ സ്ട്രൈക്കറിംഗ്. അത് രണ്ടിന് മധ്യത്തിൽ വന്ന് വീഴുന്നതാണ് എളുപ്പത്തിൽ. 2 റൺസ് ഓടിയെടുക്കുന്നു. 23 പന്തിൽ 63 റൺസ് ആണ് ആവശ്യം. സിക്സുകളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ ഈസിയാണ് ഈ ടാർഗറ്റ്. സച്ചിൻ ബേബിയും വൈസ് ക്യാപ്റ്റൻ വിഷ്ണു വിനോദും പല തരം സ്ട്രാറ്റജികൾ കൊണ്ടുവരികയാണ്. ബൗണ്ടറികൾ പോകരുത്. സഞ്ജു സാംസണെ ഒന്ന് എടുത്ത് കഴിഞ്ഞ കളിയിൽ കയ്യിലെത്തും. അജയ് ഘോഷ് യോർക്കർ സ്പെഷ്യലിസ്റ്റ് ആണ്. കൃത്യമായി വൈഡ് യോർക്കറിലൊക്കെ എറിയാൻ പറ്റുന്ന താരമാണ്. കഴിഞ്ഞ സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമായിരുന്നു അജയ് ഘോഷ്. തവണ നേരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ കൊല്ലം സൈനേഴ്സിന് വേണ്ടി ഗംഭീരമായ ബോളിംഗ്. ഒരു മൊമെന്റം തന്നെ മാറ്റിയൊരു ബോളറാണ് തലമുറക്കാരൻ അജയ് ഘോഷ്, കോട്ടയക്കാരൻ. കൃത്യമായ ഫുൾ ലെങ്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അജയ് ഘോഷ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കിറ്റ് വരാത്തത്. എപ്പോഴും ക്ലബ് ടൂർണമെന്റിലും സ്റ്റേറ്റ് ടൂർണമെന്റിലും ഒക്കെ കൃത്യമായ ഒരു ബോളിംഗ് പവർ നമ്മൾ കാണാറുണ്ട്. അജയ് ഘോഷിന്റെ ഒരു യോർക്കർ ലെങ്തിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത് തന്നെയാണ് ഈ അവസാന ഓവറുകളിൽ ടീമിന് ആവശ്യവും. 2 പന്തുകൾ 4 പന്ത് കൂടി തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമം ഉണ്ടായാൽ രക്ഷപ്പെട്ടു ഏരീസ് കൊല്ലം സൈനേഴ്സ്. ഉയർത്തിയടിക്കുന്ന ഒരു ഷോട്ട് ഫീൽഡ് ചെയ്യപ്പെടുകയാണ്. ഒരു സിംഗിൾ മാത്രം. 3 പന്തുകൾ. അത് എക്സ്പീരിയൻസ് ആഴ്ചയിലേക്ക് അടുത്ത ബോളറിന് ശ്രമിക്കണം. ആ ശ്രമമാണ് ഈ ഒരു സിംഗിൾ കലാശിച്ചത്. കഴിഞ്ഞ പന്തിനുള്ള ശ്രമം പക്ഷേ ലെങ്ത് അല്പമായിരുന്നു. ആഷിഖിന്റെ കരുത്ത് നമ്മൾ കണ്ടതാണ്. ഇനി അവസാന പന്ത് സഞ്ജു സാംസൺ ക്രീസിൽ. ഒരു വൈഡാണ്. യോർക്കർ ശ്രമിക്കുന്നു. ഒരല്പം കൂടി പാളം തെറ്റി പുറത്തേക്ക് പോകുന്ന പന്ത്. ഒരു വൈഡ് വരുമ്പോൾ ഇനി 19ൽ 54 റൺസ് എന്ന ലക്ഷ്യം. നല്ലോണം വൈഡായി. കറക്റ്റ് വൈഡ് ഗെയിലിംഗ് എറിയാനുള്ള ശ്രമമായിരുന്നു അജയ് ഘോഷിൻ്റെത്. കാരണം സഞ്ജു സാംസൺ അറിയാം കുറച്ച് അദ്ദേഹത്തിന്റെ വരുതിയിലാണെങ്കിൽ 6 കണ്ടെത്തുക തന്നെ ചെയ്യും. അവസാന പന്താണ് അജയ് ഘോഷ്. നല്ല ഒരു ഓവറാക്കി നിർത്തുമോ? ഓവറിൽ വേണ്ടത് 16. ഓൾറെഡി നേടിക്കഴിയുന്നു 15 റൺസ് 4 പന്തുകൾ കഴിയുമ്പോൾ. സഞ്ജു സാംസൺ എത്ര തവണയാണ് IPL തന്റെ ഗംഭീരമായ ഇന്നിംഗ്സ് കണ്ടത്, സെഞ്ചുറികൾ കണ്ടത്. അനായാസമാണ് അദ്ദേഹത്തിന് 6 അടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 1000 വിദ്യ പഠിച്ചവനെയല്ല ഭയക്കേണ്ടത്, ഒരു വിദ്യ 1000 തവണ പഠിച്ചവനെയാണ് ഭയക്കേണ്ടത് എന്നാണ് ബ്രൂസ് ലീ പറഞ്ഞത്. ശരിയാണ് ബ്രൂസ് ലീ. എന്ത് പറയുന്നു ജഗദീഷ്? തീർച്ചയായിട്ടും ഇവിടെ പവൻ രാജ് ശ്രമം നടക്കുന്നുണ്ട് അവരെയൊക്കെ ലെങ്കിലേക്ക് എത്തിക്കാൻ. പക്ഷേ ലെങ്ക് മിസ്സായാൽ അടിക്കാൻ മാറാവുന്ന കാഴ്ച കളി ഇത്തവണ
ആക്ഷൻ അത്ര കൃത്യമാവുന്നില്ലെങ്കിലും ഒരു റൺ സഞ്ജു സാംസൺ നേടിയെടുക്കുന്നു. ഇനി ഈ ഓവറിൽ നെടുവിൽ ഒരു മുന്തിരി വെക്കാനുള്ള സമയമാണ് ആശിക്കുന്നത്. സഞ്ജു സാംസൺ റെഡി, അജയ് ഘോഷ് റെഡി, ക്രിക്കറ്റ് ആരാധകർ റെഡി. ഒരു സ്ക്രാമ്പിൾഡ് സീമാണ് പന്ത് ഇത്തവണ അജയ് ഘോഷിൽ നിന്ന് വൈറ്റ് ബോളായി മാറുമ്പോൾ ഇനി 12 വേണം 31. ലോക്കറിനുള്ള ശ്രമം തന്നെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു, പക്ഷേ ലൈൻ മിസ്സാവുകയാണ്. ഇപ്പത്തെ കൃത്യമായി ആ ഒരു ഓപ്പൺ മിഡിൽ ഫോർത്ത് സ്റ്റംപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉഗ്രൻ ഡെലിവറിയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത് അജയ് ഘോഷ്. അടുത്ത പന്ത് സഞ്ജുവിനെ അത്തരത്തിൽ എത്തിക്കുമോ? എത്തിച്ചേ മതിയാവോ? ഏരീസ് കൊല്ലം സീരീസിന് വേണ്ടി അജയ് ഘോഷ്.